പ്രചരിപ്പിച്ചു. അത് ദജ്ജാലിയത്താണ്. അല്ലാഹുവിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞിട്ടുണ്ട്, മുത്ത് റസൂൽ വരുന്നതിന് മുമ്പ് അനവധി ദജ്ജാലുകൾ വരുമെന്ന്, ചരിത്രത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ദജ്ജാൽ മീർജ ഗുലാം അഹമ്മദ് ഖാദിയാനി. അയാളെ ഓഫീസ് എവിടെയാ? അയാളെ ഓഫീസ് എവിടെയാ? ലണ്ടൻ. എന്താ അങ്ങനെ? ഇത് കൊടുക്ക്, ഇത് കൊടുക്ക്, ഇതിക്ക് കൊടുക്ക്. 30 ദജ്ജാലുകൾ വരും, പിന്നെ മസീഹ് ദജ്ജാൽ വരും. പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചെറിയ ദജ്ജാലും വലിയ ദജ്ജാലും എല്ലാം ഉണ്ട്. ലോകത്തെ ഉസ്മാനിയ ഖിലാഫത്ത് തകർത്തതാരാ? ഇവർ. എന്തുകൊണ്ട്? ഇന്നെങ്ങാനും ഉസ്മാനിയ ഖിലാഫത്ത് ഉണ്ടായിരുന്നെങ്കിൽ തോറ്റാൻ പറ്റൂല. എന്തിനാ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്? ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കാൻ വേണ്ടി. എന്തിനാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്? ലോക ശ്രദ്ധ ബ്രിട്ടനിലേക്കും അമേരിക്കയിലേക്കും തിരിക്കാൻ വേണ്ടി. അതിന് മുസ്ലിം രാജ്യങ്ങളിൽ കഴിവുറ്റ ലക്ഷക്കണക്കിന് ചാരന്മാരെയാണ് ബ്രിട്ടൻ ഏർപ്പാട് ചെയ്തത്. കഴിവുറ്റ ലക്ഷക്കണക്കിന്. ഇതാ ചിന്തിക്ക്, എല്ലാവരും പെട്ടുപോയി. അതിൽ ആരൊക്കെ പെട്ടു? മുസ്ലിം നേതാക്കന്മാർ പെട്ടുപോയി. മുസ്ലിമിനെ അറിഞ്ഞു പെട്ടു അറിയാതെ പെട്ടു എന്ന് എനിക്കറിയില്ല, പക്ഷെ പെട്ടു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ ചെയ്തത്? മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചു. ഇന്ന് ഒരു കാലത്ത് റഷ്യയുടെയും അമേരിക്കയുടെയും സ്ഥാനത്ത് ഒരു കാലത്ത് ഉസ്മാനിയ ഖിലാഫത്ത് തുർക്കിയ തൊടാൻ പറ്റൂല. ലോകത്തെവിടെയെങ്കിലും ഒരു മുസ്ലിമിന് പ്രയാസമുണ്ടായാൽ ഓടി വരാൻ മുസ്ലിമീങ്ങൾക്ക് ആസ്ഥാനമുണ്ടായിരുന്നു. ഈ ആസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്. മുസ്ലിമീങ്ങളെ ഖിലാഫത്ത് തകർക്കാൻ ഇത്രയേറെ ഒരു വേദനിക്കുന്ന ഒരു സംഗതിയില്ല. ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കാൻ വേണ്ടി ഏറ്റവും പണിയെടുത്ത ആളാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. അയാളാരാ? വഹാബി. അയാളാരാ? ബ്രിട്ടീഷുകാരാവും. നിങ്ങൾ ചിന്തിക്കണം, പഠിക്കണം. വഹാബി വിഭാഗത്തിൽ പല ആളുകളുണ്ട്. നിങ്ങൾ ഒരു ചൂടായിട്ട് കാര്യമല്ല. പിന്നെ റഹ്മത്തുള്ള ഖാസിമിയെ ഒരാളും സഹായിക്കേണ്ട ആവശ്യമല്ല, അതുമാണല്ലോ പറയാ. ഇപ്പൊ എല്ലാവരും ഉള്ള കാലത്താണ് ഇപ്പൊ നിങ്ങൾക്കൊന്ന് മെല്ലെ പറഞ്ഞൂടെ എന്ന് ചില ആളുകൾക്ക് ഒരു ധാരണ. ചില പ്രഭാഷണം കഴിഞ്ഞാൽ ചില ആളുകൾ പറയും, നിങ്ങൾ എല്ലാരെയും കൂടെ പിണങ്ങിയാ നമ്മക്ക് എന്ത്? അള്ളാന്റെ ദീൻ പറയണം എന്നല്ലാതെ എന്താ? ഇതൊക്കെ എന്നും പറയേണ്ട വർത്താനം. അള്ളാഹ് തൗഫീഖ് തന്നാ പറയണം. വഹാബികൾ പെച്ചിരിക്കുന്നു. വഹാബിസത്തെ ഉണ്ടാക്കിയതാരാ? ബ്രിട്ടീഷുകാർ. ചിന്തിക്കുക, ഞാൻ തമാശ പറയല്ല. വഹാബിസത്തിന്റെ 20-ാം നൂറ്റാണ്ടിലെ പ്രചാരകരാരാ? ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി. ആരാണ് ഇയാൾ? ഇയാൾ ബ്രിട്ടീഷുകാരുടെ പ്രതിപുരുഷന മാസൂണിസം. മുസ്ലിമീങ്ങളെ ചതിക്കാൻ വേണ്ടി ജൂതന്മാരുണ്ടാക്കിയ സംഘടന മാസൂനിയത്തിൽ അംഗമായിരുന്നു. ആര്? ജമാലുദ്ദീൻ അഫ്ഗാനി. പിന്നാരാ? മുഹമ്മദ് അബ്ദ. പിന്നാരാ? തഫ്സീറുൽ മനാറയിലെ റഷീദുല്ലായെ പറ്റി എന്താ ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി തങ്ങൾ എഴുതിയത്? തഫ്സീറുൽ മനാറിന്റെ കർത്താവ് സാക്ഷാൽ റഷീദുല്ലയെ പറ്റി സുന്നത്ത് ജമാഅത്തിന്റെ മഹാപണ്ഡിതനായിരുന്ന യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത് ഈ തഫ്സീറുൽ മനാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എഴുതിയതാണ്. അതിനാണ് അൽമനാർ ഉണ്ടായത്. ആൽമനാറാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ വലിയ ഉൽപ്പതിഷ്ണുക്കളുടെ മാസിക. ആരതിന്റെ പിന്നിൽ? ആരാ? തഫ്സീറുൽ മനാറിന്റെ പിന്നിൽ റഷീദുല്ലയെ ഉണ്ടാക്കിയതാരാ? ബ്രിട്ടീഷുകാർ. സാമ്രാജ്യ മാസൂനിയ. ഇതൊന്നും റഹ്മത്തുള്ള വെറുതെ പറയല്ല, പഠിച്ചു പറയാ. ഇതൊന്നും റഹ്മത്തുള്ള വെറുതെ പറയാന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ചിന്തിക്കണം. മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വേലത്തരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ടെറ്റിസം ആൻഡ് ഇലിമിനേറ്റി, ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ലേഖനം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാര്യമായ ലക്ഷ്യം ഉസ്മാനിയ ഖിലാഫത്തിനെ നശിപ്പിക്കുകയും വഹാബി രാഷ്ട്രം സൗദി അറേബ്യയിൽ ശക്തിപ്പെടുത്തലും ആയിരുന്നു. ടെറ്റിസം ആൻഡ് ഇലിമിനാറ്റി. ഈ ഇലിമിനാറ്റി എന്നുള്ളത് മാസൂണിസത്തിന്റെ മറ്റൊരു പതിപ്പാണ്.
രണ്ടാമത്തെ ഒരു രാഷ്ട്രീയം കൈയാളുന്ന ഒരു വിഭാഗമാണ് ഈ ഇലുമിനാറ്റി. അതിൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ എഴുതുകയാണ് ആ ഗ്രന്ഥത്തിൽ, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാര്യമായ ഒരു ലക്ഷ്യം ഉസ്മാനിയ ഖിലാഫത്തിനെ നശിപ്പിക്കുകയും ഇന്ന് നമ്മൾ ചേരുമ്പടി ചെറുപ്പമുള്ള കാരണം ഉസ്മാനിയ ഖിലാഫത്ത് നശിച്ചുപോയതാണ്. വഹാബി രാഷ്ട്രം സൗദിയിൽ ശക്തിപ്പെടുത്തലുമായിരുന്നു. കാരണം വഹാബികൾ ശക്തിപ്പെട്ടാൽ ലോകത്തെ തീവ്രവാദം പ്രചരിപ്പിക്കാനുള്ള സകല ഒത്താശയും അവർ നൽകുമെന്ന് ഇലുമിനാറ്റി ഉറപ്പിച്ചു. ഒപ്പം മുസ്ലിം ആശ്രയിക്കുകയും ചെയ്യാം തീവ്രവാദം വളർന്നാൽ. ഒപ്പം സൗദിയിലെ എണ്ണ സമ്പത്തിനെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ കമ്പനിയായ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിക്ക് കൈമാറുക. ഈ കമ്പനിയുടെ സ്ഥാപകനായ ജോൺ ഡേവിസൺ റോക്ക്ഫെല്ലർക്ക് ഇയാൾ ഇലുമിനാറ്റിയായിരുന്നു. അങ്ങനെ ലോകത്തെ എണ്ണവിലയുടെ തീരുമാനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയെടുക്കാനും അതുവഴി ലോക ജനതയെ വരുതിയിലാക്കാനും അവർക്ക് സാധിച്ചു. മാതൃപരമ്പര ജൂത സമൂഹത്തിലേക്ക് എത്തിപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിൽ ഈ ലക്ഷ്യം നടപ്പാക്കാനുള്ള എല്ലാ രാഷ്ട്രീയ ഒത്താശയും നൽകി. വിൻസ്റ്റൺ ചർച്ചിൽ ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയ, എന്നാൽ പരമ്പര കൊണ്ട് ജൂതന, രണ്ടും സംഗമിച്ച വിൻസ്റ്റൺ ചർച്ചിലാണ് എന്ത് ചെയ്തത്? ഒന്നാം ലോക മഹായുദ്ധത്തിന് എല്ലാവിധ ഒത്താശം ചെയ്തത്. എന്തിന് ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കണം? ആരൊക്കെ കൂട്ടുപിടിച്ചത്? ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി. ജമാലുദ്ദീൻ അഫ്ഗാനിയെ പറ്റി പഠിച്ചാൽ കള്ള് വരെ കുടിച്ചിരുന്നു എന്നാണ്. വലിയ ആളായിട്ട് പറയുന്ന ആളാ കള്ള് വരെ കുടിച്ചിരുന്നു ചരിത്രം. അദ്ദേഹം സലീം അൻജൂരി എഴുതിയ എന്ന ഗ്രന്ഥം, കാനൽ അഫ്ഗാനി യക്റഹുൽ ഹൽവ, അയാൾക്ക് മധുരം വെറുപ്പായിരുന്നു, മുറ കയ്പിഷ്ടായിരുന്നു, ഷായി എപ്പോഴും ചായ കുടിച്ചിരുന്നു, പുകയില, കോണിയാക്ക് അതൊരു തരം കോണിയാക്കിനെ പറ്റി പറയുന്നത്. കാനൽ അഫ്ഗാനി യശ്റബു ഖലീല മിനൽ കോണിയാക്കി വഹുവ നൗഉ മിനൽ ഖംരി. ജമാലുദ്ദീൻ അഫ്ഗാനിയെ പറ്റി എഴുതിയതാ താരിഖുൽ ഉസ്താദ് അൽ ഇമാം ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന ഗ്രന്ഥം. ആരെഴുതിയത്? റഷീദുല്ലാന്റെ ഉസ്താദായ ജമാലുദ്ദീൻ അഫ്ഗാനിയെ പറ്റി ജമാലുദ്ദീൻ അഫ്ഗാനി എഴുതിയതാ. റഷീദുദ്ദീൻ എഴുതിയതാണ്. കുറച്ചൊക്കെ മിനുങ്ങിയിരുന്നു. മാസൂണികളാണ് അവർ. 20-ാം നൂറ്റാണ്ടിലെ വഹാബിസത്തിന്റെ പ്രധാനതാണ്. കാരണം ജമാലുദ്ദീൻ സഫൂരി എപ്പോഴും യാത്ര ചെയ്യുക എന്ന താല്പര്യം ഉണ്ടായിരുന്നു. എപ്പോഴും യാത്ര ചെയ്യും. നിസ്കാരം യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നുണ്ട്, ഞാനും ജമാലുദ്ദീൻ അഫ്ഗാനിയും കൂടെ ഒരു ദിവസം രാവിലെ മുതൽ സഹവസിച്ചു. ഫി മിസ്ർ ഹീനക്കാനും മുജാബിറം ബിൽ അസ്ഹരി, അസ്ഹറിൽ ഞങ്ങൾ സംഗമിച്ചു. മിൻ ഖിബലൽ മശ്രിഖി ഇലൽ ഇശായി ഫലം യുസല്ലിൽ മഗ്രിബ, മഗ്രിബ് നിസ്കരിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ മറ്റേയാൾക്കുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞേ, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് സുബഹി നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. എപ്പോഴും പിന്നെ ഇമാമാക്കണം, മഅ്മൂമാക്കാൻ പറ്റൂല. പിന്നെ ഇമാമ മുഹമ്മദ് അബ്ദ كان كثير المخالطة للنصارى والزيارة في بيوتهم والاختلاط مع نسائهم بدون التستر. ക്രിസ്തീയ പെണ്ണുങ്ങളോട് കൂടെ എപ്പോഴും താമസിക്കുന്ന സ്വഭാവം മുഹമ്മദ് അബ്ദക്ക് ഉണ്ടായിരുന്നു. അയാളാണ് ഈ മാസൂണിസത്തിന്റെ രണ്ടാമത്തെ വക്താവ്. ഇവരൊക്കെ മറ്റൊരു ചതിച്ചതാണ്, മഗ്റൂരിങ്ങളാണ്, ചതിയിൽപ്പെട്ടു. എന്തുകൊണ്ട് ചതിയപ്പെട്ടു? കാണേണ്ടവരെ കണ്ടില്ല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. അതുകൊണ്ടാണ് റഹ്മത്തുള്ള കാണണ്ടോരെ കണ്ടോരി മനുഷ്യന്മാരെ എന്ന് പറയുന്നത്. കാണണ്ടോരെ കണ്ടോളൂ. ബഹുമാനപ്പെട്ട ഹക്കായ തുരീഖത്തിന്റെയും ഹക്കായ ദീനിന്റെയും മുത്തഖീങ്ങളായ ഇമാമിങ്ങൾ എന്നും ലോകത്തുണ്ട്. ആ മഹാന്മാരെ കാണണം. എന്തിവർക്കൊക്കെ പഴച്ചു? ഇവരെ ചതിച്ചതാണ്. ആധുനിക മാസൂണിസം ഇവരെ ചതിച്ചുപോയി. എത്രയോ യൂറോപ്യൻ പെണ്ണുങ്ങളുമായി എപ്പോഴും സഹവസിക്കാറുണ്ടായിരുന്നു മുഹമ്മദ് അബ്ദയും അഫ്ഗാനിയും കാര്യമായി ജീവിച്ചത് പാരീസിലാണ്. ചിന്തിക്ക്. ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നുണ്ട്, അയാൾക്ക് പോലും ഞാൻ സ്വാലിയാന്ന് തോന്നിയിട്ടില്ല. ഒരു സാലിയാന്ന് അയാളെ പറ്റി അയാളെ കണ്ട ഒരാൾ ഉറപ്പിക്കൂല. നേതാവാകാൻ അല്ലാതെ മോമിനിങ്ങളെ നേതാവാകാൻ പറ്റൂല. ചതിച്ചു.
ദാനി മുഹമ്മദ് ലബനാൻ, ഒരു ലബനാൻകാരനായ ഒരാൾ എന്നെ ഒരിക്കൽ അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഹിജ്റ 1305 മുഹമ്മദ് അബ്ദയെ ഞാൻ കണ്ടു. ഞാനും മുഹമ്മദ് അബ്ദയും ഒരു പകല് മുഴുവനും അയാളെ വീട്ടിൽ കഴിച്ചുകൂട്ടി. ഞാൻ ളുഹ്ർ അസ്ർ നിസ്കരിച്ചു. അയാൾ ളുഹ്ർ നിസ്കരിച്ചില്ല, അസ്ർ നിസ്കരിച്ചില്ല. അല്ലാഹുവിന്റെ കഅബയിലേക്ക് ഒരു വട്ടം പോലും ഹജ്ജ് ചെയ്യാത്തവര് പാരീസിലേക്കും ലണ്ടനിലേക്കും 10 വട്ടമെങ്കിലും ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അവിടേക്ക് പോവുക. പരസ്യമായി ജൂതചാര സംഘടനയായ ജൂതന്മാരുടെ സംഘടനയായ മാസൂനിസത്തിലേക്ക് ചേർന്ന് നിന്നവരായിരുന്നു എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം പരിമിതമാണല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. സത്യത്തിൽ ചിന്തിക്കണം. എന്റെ വഹാബികളായ സഹോദരന്മാരോട് വളരെ താഴ്മയിൽ ഞാൻ പറയാം, നിങ്ങൾ പുനഃപരിശോധിക്കണം. ഓരോരുത്തരുടെയും ഇമാമിന്റെ കൂട്ടത്തില് അവരെ വിളിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ, പഠിച്ചവനെ ഞങ്ങളെ ഇമാമിങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ആക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ മോശമാണെങ്കിൽ ഞങ്ങൾ ഇമാമിങ്ങൾ മഹാന്മാരാണല്ലോ, അവരെ കൂട്ടത്തിൽ ഞങ്ങൾ ആക്കി തരണമേ റബ്ബേ. യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം, അല്ലേ പറഞ്ഞത്? യൗമ നദ്ഉ, നമ്മൾ വിളിക്കുന്ന നാളിൽ കുല്ല ഉനാസിൻ, എല്ലാ മനുഷ്യരെയും ബിഇമാമിഹിം, അവരുടെ ഇമാമിന്റെ കൂട്ടത്തിൽ വിളിക്കുമെന്നാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ചിന്തിക്കുക. ഇത് ഹംഫറുടെ പുസ്തകമാണ്. ഹംഫറുടെ പുസ്തകമാണ്. ഹംഫർ ആരാ? ഹംഫർ ബ്രിട്ടീഷ് സ്പൈ ആയിരുന്നു, ബ്രിട്ടീഷ് ചാരൻ. ഈ ഗ്രന്ഥത്തിൽ എന്തൊക്കെയാണ് അയാൾ? ബ്രിട്ടീഷ് ചാരനായ ഹംഫറുടെ പുസ്തകമാണിത്. ഇത് ബ്രിട്ടീഷ് ചാരന്മാരുടെ വീര്യത്തിന് വേണ്ടി ഹംഫറുടെ ഒരു ഭാഗം, ജീവിതത്തിന്റെ ഒരു ഭാഗം എഴുതി വെച്ചതായിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിക്കാരായ പട്ടാളക്കാർക്ക് ഈ ഗ്രന്ഥം ബ്രിട്ടനിൽ നിന്ന് ലഭിക്കുകയും അവർ പരസ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷ് ചാരന്മാരുടെ ഒരു സ്വഭാവം ഇതിൽ നിന്ന് പുറത്തിയാടി. ഈ പുസ്തകം ബ്രിട്ടൻ ചാരനായിരുന്ന ഹംഫറിന്റെ പുസ്തകമാണ്. ഇത് ബ്രിട്ടീഷുകാർ പ്രസിദ്ധീകരിച്ചല്ല. ഇത് 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനിൽ നിന്ന് ജർമ്മൻ പട്ടാളക്കാർ കണ്ടെടുത്തതാണ്. ഇതിൽ പറയുന്ന കുറച്ച് വർത്തമാനങ്ങളുണ്ട്, നിങ്ങൾ ചിന്തിക്കുക. ഇതിൽ കുറച്ച് പറയുന്നുണ്ട്. മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാരെ വരെ അത് ചതിച്ചു. AD 1270 ബ്രിട്ടീഷ് അധിനിവേശ സർക്കാർ ഈജിപ്ത്, ഇറാഖ്, ഹിജാസ്, ഉസ്മാനിയ ഖിലാഫത്തിന്റെ തലസ്ഥാനമായ ഇസ്താൻബുൾ എന്നീ ഭാഗങ്ങളിലേക്ക് ആ രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി രഹസ്യാന്വേഷണ ചാരനായി നിയമിച്ചു. AD 1720 ഹംഫർ. ഈ ഹംഫർ പിൽക്കാലത്തെ ചാരന്മാർക്ക് വീര്യം ഉണ്ടാക്കാൻ വേണ്ടി അവർക്കിടയിൽ രഹസ്യമായി വിതരണം ചെയ്ത അവരുടെ രഹസ്യ പുസ്തകമാണിത്. ഇത് 2ാം ലോക മഹായുദ്ധകാലത്താണ് ബ്രിട്ടനിൽ നിന്ന് ജർമ്മനിക്കാർ പുറത്തു കൊണ്ടിരുന്നത്. അവരാണത് ബ്രിട്ടീഷുകാരെ തേജോവധം ചെയ്യാൻ വേണ്ടി പുറത്തിയാടി. അപ്പോഴാണ് മുസ്ലിമീങ്ങൾ ഇതിനെ പറ്റി അറിയുന്നത്. ഈ ഹംഫർ തുർക്കിയിൽ വന്നിട്ടുണ്ട്. എന്താ പേരെന്നറിയോ? ഹംഫർ അല്ല, മുഹമ്മദ്. അയാൾ ഇറാഖിൽ അനവധി കാലം ജീവിച്ചിട്ടുണ്ട്. പേര് മുഹമ്മദ്. അയാൾ ഖുർആൻ പഠിച്ചു. പഠിക്കുമല്ലോ. UAE ഒരു പള്ളിയിലെ പ്രധാനപ്പെട്ട ഒരു ഇമാം ഉണ്ടായിരുന്നു, നല്ല ഓത്തുകാരൻ. അയാളെ ഓത്ത് മനോഹരമായ ഓത്ത്. അങ്ങനെ അയാൾ നാട്ടിൽ പോയി, ഒരു ഈജിപ്തുകാരൻ. അങ്ങനെ നാട്ടിൽ പോയിട്ട് അയാൾ തിരിച്ചു വന്നില്ല. അപ്പൊ ആ പള്ളിയിലെ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ ഇയാളെ ഓത്തും കാര്യവും ദുആക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ കൂട്ടത്തിൽ ഒരു അറബി മിസ്ർ സന്ദർശിക്കാൻ പോയപ്പോ അയൽവാസികളായ അറബികൾ പറഞ്ഞ്, അവിടെ പോകുമ്പോ നമ്മളെ ഇമാം അവിടെ അയാളെ ഗ്രാമത്തിലുണ്ടോന്നൊന്ന് പരിശോധിക്കുക, അന്വേഷിക്കുക. അയാളോടൊക്കെ ഒന്നും കൂടി നമ്മൾ ശമ്പളം കൂട്ടിത്തരാം, ഒന്നും കൂടി വരാൻ പറയാറ്. അങ്ങനെ ഈ അറബി, ഈ UAE-കാരനായ അറബി മിസ്റിൽ വന്നിട്ട് അയാളെ തപ്പി അന്വേഷിച്ച് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ അയാൾ ക്രിസ്ത്യാനിയാണ്. കൊല്ലക്കണക്കിന് പള്ളിയിൽ ഇമാമെന്ന ആള്. ഇതാണ് യൂതന്മാര്. നിങ്ങൾ എന്ത് വിചാരിച്ച്? അതാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കാലം വരികയില്ല, അവരെ പിൻപറ്റിയാൽ എന്റെ സഹായം നിങ്ങൾക്കും ഇല്ല. അവർ ഒരിക്കലും നിങ്ങളെ സഹായിക്കുന്ന കാലം വരികയില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ
പടച്ചോൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. ഇതൊന്നും തമാശ പറയല്ല, ഇന്ന് പറഞ്ഞാൽ തീരൂല്ല. ഈ ഗ്രന്ഥത്തിൽ തന്നെ അദ്ദേഹം മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കണ്ട ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മുസ്ലിം രാജ്യത്തെ അയാൾ ചെയ്ത കാര്യങ്ങൾ. യാത്ര മാസങ്ങളോളമുള്ള സാഹസിക യാത്രയ്ക്ക് ശേഷം ഞാൻ ഉസ്മാനിയ ആസ്ഥാനത്ത് എത്തിച്ചേർന്നു. കപ്പൽ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ പേര് മുഹമ്മദ് എന്നാക്കി മാറ്റിയിരുന്നു. യാത്രാ രേഖകളെല്ലാം മുഹമ്മദ് എന്ന പേരിലാണ് ലണ്ടൻ തന്നെ ശരിപ്പെടുത്തി കൊടുത്തത്. പാസ്പോർട്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിൽ അടിച്ചു കൊടുക്കുക. ഇപ്പൊ ഇന്ത്യൻ സർക്കാർ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഉണ്ടാക്കി തരിക, അവർ സർക്കാരിനെ ഉണ്ടാക്കി തരിക മുസ്ലിമീങ്ങളെ ചതിക്കാൻ വേണ്ടി എന്നതുപോലെ. ഇസ്താൻബുളിലെ 2 വർഷത്തെ ജീവിതത്തിനിടയിൽ ഉസ്മാനിയ ഭരണകൂടത്തിന്റെ അവസ്ഥയെക്കുറിച്ചും എന്റെ പ്രവർത്തന പുരോഗതിയെക്കുറിച്ചും മാസം പ്രതി ഒരു റിപ്പോർട്ട് ഞാൻ ലണ്ടനിലേക്ക് അയക്കുമായിരുന്നു. ഒരു റിപ്പോർട്ടിൽ അയാള് ഇസ്താൻബുളിലെ ഒരു കടയിൽ ജോലി ചെയ്തിരുന്നു. ആ കടക്കാരൻ കുറച്ച് മോശപ്പെട്ട ആളായിരുന്നു. ആ കടക്കൻ ഒരു പ്രകൃതി വിരുദ്ധ ലൈംഗിക പ്രവർത്തനത്തിന് വേണ്ടി ഈ ഹംഫറ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതിനെപ്പറ്റി റിപ്പോർട്ട് കൊടുത്തു ഞാൻ ലണ്ടനിലേക്ക്. എനിക്ക് ഈ കടയിൽ ജോലി ചെയ്യാൻ, നമ്മുടെ ചാരപ്പണിയൊക്കെ നടക്കണമെങ്കിൽ ഈ കടയിൽ ജോലി ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. ഈ കടക്കാരനായ മുസ്ലിം പ്രകൃതി വിരുദ്ധ ലൈംഗിക പ്രവർത്തനത്തിന് എന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഞാൻ ലണ്ടനിലേക്ക് റിപ്പോർട്ട് അയച്ചു. ഒരു റിപ്പോർട്ടിൽ എൻ്റെ കടയുടമ ഖാലിദിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ട പ്രകൃതി വിരുദ്ധ ലണ്ടൻ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ പരാമർശിച്ചിരുന്നു. അതിന്റെ മറുപടിയായി ലണ്ടനിലെ ഓഫീസർ എനിക്ക് എഴുതി, നിനക്ക് അനുഭവപ്പെട്ട പ്രകൃതി വിരുദ്ധ പ്രവർത്തനം പ്രമുഖരുമായുള്ള രഹസ്യ അടുപ്പം മുഖേന ഒരു പക്ഷെ നമ്മുടെ ലക്ഷ്യ സാഫല്യത്തിന്റെ വഴി എളുപ്പമാക്കിയേക്കും. അതിനാൽ ഈ ബന്ധം നീ അവസാനിപ്പിക്കരുത്. എങ്ങനെയുണ്ട് പുസ്തകം? എങ്ങനെയുണ്ട്? ഇവരെന്തും ചെയ്യും, നമ്മളെ തകർക്കാൻ എന്തും ചെയ്യും. ഈ കുറച്ച് സഹിച്ചാലും മതി, നമ്മുടെ രാജ്യം നന്നായിക്കോട്ടെ. എന്താ സഹിക്കണത്? ഈ യാത്രയിൽ അദ്ദേഹം മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കണ്ടുമുട്ടിയെ പറയുന്നുണ്ട്. ബസറയിൽ വെച്ച് ഞാൻ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കണ്ടുമുട്ടി. ഇബ്നു അബ്ദുൽ വഹാബുമായുള്ള തുടരെയുള്ള കൂടിക്കാഴ്ച എന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്താക്കി മാറ്റി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ഈ വിമത പണ്ഡിതനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ടായി. അതിന്റെ ശ്രമങ്ങൾ ഞാൻ താമസം വിന ആരംഭിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ഉയർന്നു പഠിക്കാനുള്ള, പറക്കാനുള്ള മോഹം, സ്ഥാനക്കൊടി, അഹങ്കാരം, ഇസ്ലാമിക യാഥാസ്ഥിക പണ്ഡിതരോടുള്ള ശത്രുത, ഖുലഫാഉർ റാഷിദീങ്ങളെ പോലും അദ്ദേഹം വിമർശിച്ചിരുന്നു. പൂർവ്വകാല ഇമാമിങ്ങളെ ധിക്കരിച്ച് നടത്തുന്ന ഗവേഷണം ഇത്യാദി സംഭവങ്ങളെല്ലാം എനിക്ക് വളരെ പ്രതീക്ഷ നൽകി. എന്റെ ഉദ്ദേശ സാഫല്യത്തിന് ഇങ്ങനെ ഒരാളെ തന്നെയാണ് കിട്ടേണ്ടിയിരുന്നത്. അയാളുടെ ദൗർബല്യങ്ങളെ ആയുധമാക്കി മുതലെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പായിരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ തിരിച്ചത് ഹംഫറാണ്. ഹംഫറിന്റെ ആത്മകഥ. മുഹമ്മദ് അബ്ദുൽ വഹാബിനുള്ള സുഹൃബന്ധം വളരെ ആഴത്തിലാക്കാൻ ഞാൻ കിണഞ്ഞു ശ്രമിച്ചു. എന്റെ സ്നേഹപ്രകടനം കാരണം അദ്ദേഹം എന്നെയും അഗാധമായി സ്നേഹിച്ചു. വിട്ടുപിരിയാൻ പ്രയാസമുള്ള വിധത്തിൽ ഞങ്ങളുടെ സൗഹൃദം ശക്തിപ്പെട്ടു. താങ്കൾക്ക് ഒരു ശോഭനമായ ഭാവിയുണ്ട്. താങ്കളെ അള്ളാഹു ഹസ്രത്ത് അലിയേക്കാളും ഉമറിനേക്കാളും ഉന്നതനാക്കുമെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ചെവിയിൽ എപ്പോഴും മന്ത്രിക്കുമായിരുന്നു. പ്രശംസ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ഞാൻ പലതും പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരുന്നു. താങ്കൾ എങ്ങാനും റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ താങ്കളെ പിൻഗാമിയാക്കാൻ തക്ക യോഗ്യത റസൂൽ താങ്കളിൽ കണ്ടെത്തുമായിരുന്നു എന്നിങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പരിപൂർണ പ്രതീക്ഷാസ്വരത്തിൽ പറയുമായിരുന്നു. ഒരു ഇസ്ലാമിക വിപ്ലവത്തിന് തുടക്കം താങ്കളുടെ കാരണത്താൽ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിനെ ഈ പതനത്തിൽ നിന്നും രക്ഷിക്കാൻ താങ്കൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഈ കാര്യത്തിൽ ലോക മുസ്ലിമുകളെ മുഴുവൻ പിന്തുണയും താങ്കൾക്ക് ലഭിക്കും. എന്റെ ഉപദേശങ്ങൾ ഫലിക്കുക തന്നെ ചെയ്തു. ഇസ്ലാമിക ചിന്തയ്ക്ക് ഒരു പുതിയ രൂപവും ഭാവവും നൽകി അവതരിപ്പിക്കുന്നതിൽ ഇബ്നു അബ്ദുൽ വഹാബ് ഉത്സാഹം കാണിച്ചു. ഞാൻ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ പങ്കാളിയായി പ്രവർത്തിക്കുകയും ചെയ്തു. സമ്പത്ത് മുഴുവൻ കൊടുത്ത ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ വഹാബിസ് ഉണ്ടാക്കിയത് ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കാനാണ്. സ്പൈ, അവരെ സ്വന്തം സ്പൈ എഴുതുന്നു. എത്രയാതെന്ന് കുറച്ചെന്നല്ല പറഞ്ഞാൽ അത് തീരൂല്ല. പതുക്കെ അസാർത്ഥമതിയായ ആ വ്യക്തിയെ എന്റെ ലക്ഷ്യവലയത്തിൽ തളച്ചിടാൻ സാധിച്ചു. ശക്തമായ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അടിവേരിറക്കാൻ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഒരു ശക്തി ഉയർത്തെഴുന്നേൽക്കണമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അത് സാധിച്ചെടുക്കാൻ മുഹമ്മദ് അബ്ദുൽ വഹാബിലൂടെ ഞാൻ പരിശ്രമിച്ചു. പിൽക്കാലത്ത് പൂവണിഞ്ഞു എന്നത് ചാരിതാർത്ഥജനകമാണ്. വിശദീകരിക്കുന്നില്ല. അപ്പൊ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒരുപാട് അദ്ദേഹത്തിന്റെ രഹസ്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ രഹസ്യം അതിൽ പറയുന്നില്ല. അതൊക്കെ പറയേണ്ടി വന്നാൽ പിന്നീട് പറയാം. എന്നാലും വേണമല്ലോ. 17 കഴിഞ്ഞിട്ട് 18ാമത്തെ അടവ് ബാക്കി കിടക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് 18ാമത്തെ അടവ് ഞാൻ ബാക്കി വെക്കണം. ഇതിൽ അദ്ദേഹത്തിന്റെ രഹസ്യങ്ങൾ പലരും പറയുന്നുണ്ട്. ഞാൻ ഇതിൽ പുനരാലോചനയുടെ സമയമാണ്. സലഫി ചെറുപ്പക്കാർ പുനരാലോചന നടത്തണം. ഇന്ന് സ്വതന്ത്രമായ വിജ്ഞാനത്തിന്റെ കാലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചറിയേണ്ടത് മുസ്ലിം സമുദായത്തെ തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ
ആ ഒരു സമൂഹത്തിൽ നിങ്ങളെ നേതാക്കൾ പെട്ടുപോയതാണ്. അപ്പോഴും പെട്ടിട്ടില്ല ആര്? അപരിഷ്കൃതർ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ജനത. അത് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇനി ഇവിടെ ഒരാളെ പ്രതീക്ഷയുള്ളൂ. ആ ആള് ഒരാളെ ഇനി ഒരാളെ പ്രതീക്ഷയുള്ളൂ. ആ ആൾ ഇവിടെ വരും. എവിടുന്ന് വരും? ഇനി ഇവിടെ ഒരാളെ പ്രതീക്ഷയുള്ളൂ. ആ പ്രതീക്ഷയുള്ള ആള് ഖുറാസാനിൽ നിന്ന് വരുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഖുറാസാനിൽ നിന്ന് റായാത്ത് സൂദ് കറുത്ത കൊടികൾ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ ഉടനെ നിങ്ങൾ മുട്ടിട്ട് എഴഞ്ഞിട്ടാണെങ്കിലും ഖുറാസാനിൽ എത്തണമെന്ന് പുണ്യ റസൂലുള്ളാഹ്. എന്ത് ആള് വരാനുമായിട്ടുണ്ട്. എന്താ ഇപ്പോൾ കുട്ടികളെ കൊല്ലുന്നത്? അവർക്കറിയാം ആള് വരാനായിട്ടുണ്ട്. അപ്പൊ ഇന്ന് പലസ്തീനിലും ഇറാഖിലും സിറിയയിലുമുള്ള മക്കള് ആ ആളെ പട്ടാളത്തിൽ ചേരും. അതുകൊണ്ട് എണ്ണം കുറക്കുക, അതവരുടെ ലക്ഷ്യം. ഒരാൾ ഇവിടെ വരാനുണ്ട്, ആയിട്ടുണ്ട്. ഖിയാമത്ത് നാളിന് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളെങ്കിലും മഹ്ദി ഇമാമിനെ പറഞ്ഞേക്കുമെന്ന് പുണ്യ റസൂലുള്ളാഹ്. ഈ ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആള് വരാനുണ്ട്. എവിടുന്നാ വരിക? ഹബീബായ നബി പറഞ്ഞു ഖുറാസാൻ എന്ന് വരും. ഏതാ ഖുറാസാൻ? ഖുറാസാൻ ഏതാ? ഖുറാസാൻ കണ്ടോളൂ. ഖുറാസാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഖുറാസാൻ. ഖുറാസാൻ എന്നാൽ അഫ്ഗാൻ പൂർണ്ണമായ അഫ്ഗാന്. പിന്നെ തൊട്ടടുത്ത താജിക്കിസ്ഥാന്, അതിന്റെ 90% താജിക്കിസ്ഥാന്റെ. പിന്നെ പാകിസ്ഥാന്റെ 1/3 ഭാഗം. പിന്നെ ഇറാഖിന്റെ വടക്കു കിഴക്കൻ ഭാഗം തന്നെ. പിന്നെ ഉസ്ബെക്കിസ്ഥാന്റെയും ചില ഭാഗം തൊട്ടടുത്ത്. പിന്നെ തുർക്കുമാനിസ്ഥാന് തൊട്ടടുത്ത് ഉസ്ബെക്കിസ്ഥാന്. പിന്നെ താജിക്കിസ്ഥാന്റെ ഏകദേശ ഭാഗം, അഫ്ഗാൻ മൊത്തം. പിന്നെ പാകിസ്ഥാന്റെ അഫ്ഗാനോട് തൊട്ട് കിടക്കുന്ന ഏരിയ, പിന്നെ ഇറാന്റെ വടക്കു കിഴക്കൻ ഏരിയ. ഈ ഏരിയക്ക് ഉള്ള പേരാണ് ഖുറാസാൻ. ഖുറാസാനിൽ നിന്നാണ് ആള് വരിക. ആള് മദീനക്കാരനാണ്. പക്ഷെ ആ ആളുടെ സംഘബലം ഉണ്ടാവുക ഖുറാസാനാണ്. എന്താ ഖുറാസാന്റെ പ്രത്യേകത? ഖുറാസാനില് ലോകം മുഴുവനും പുരോഗമിച്ചിട്ടും പുരോഗമിക്കാത്ത നാട്ട് അഫ്ഗാനിസ്ഥാനാണ്, ഖുറാസാനാണ്. ബ്രിട്ടീഷുകാര് ഇന്ത്യൻ സാമ്രാജ്യം വെച്ചിട്ട് 2 തവണ അടിച്ചു തോറ്റ്. ചിന്തിക്കണേ, എന്തുകൊണ്ട്? പച്ച മനുഷ്യരാ അവരെല്ലാം. മദ്ഹബുകാരാ, ഭൂരിഭാഗവും ഹനഫി, കുറച്ച് ശാഫിഈ. പിന്നെ അവരാണിരിക്കൽ ഖാദിരി, ചിശ്തി. അതിന്റെ പരിസരത്ത് നിന്നാണ് ആര് വന്നത്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു ഖുറാസാൻ വന്നതാ. ഖുറാസാനിലെ സഞ്ചറിൽ നിന്നാണ് വന്നത്. അവരിവിടെ വന്നപ്പോ 90 ലക്ഷം ആൾ മുസ്ലിമായി. ആര് വന്നപ്പോൾ? സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ. നിങ്ങൾ ഇതൊന്ന് പഠിക്കി. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ അപരിഷ്കൃതർ എന്ന് പറയുന്ന ജനതക്ക് മാത്രമേ ഇനി മുസ്ലിമീങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയൂ. അത് സൂഫികളാ, അത് ആരിഫീങ്ങളാ, അത് അഹ്ലു ത്വരീഖത്താണ്. ഖാദിരിയത്ത്, ചിശ്തിയത്ത്, റിഫാഇയ്യത്ത്, ശാദിലിയത്ത്, ഇവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം കൊടുത്ത പദവികളുള്ള മഹാന്മാരാ. അതിന്റെ ആളുകളെ ഇനി രക്ഷപ്പെടുള്ളൂ. അവരാണ് ഈ നേതാക്കന്മാർ. അവരിലേക്ക് ചേരും. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അത് അംഗീകരിക്കുന്ന വിഭാഗം അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഇവിടുന്ന് അവരെ വളരെ ചിന്തിക്കണം. എന്താ പ്രശ്നം? ഇവരോട് ഒരാൾക്കും ജയിക്കാൻ കഴിയില്ല. ഇവരെ ആദ്യം ബ്രിട്ടീഷുകാര് വരുതിയിലാക്കാൻ നോക്കി, തോറ്റു. എന്തുകൊണ്ട്? അവരെ പിടിച്ചെടുക്കാൻ കഴിയില്ല. കാബൂളിലെ ഒരു വർഷത്തിൽ പല സന്ദർഭത്തിലും -31 ഡിഗ്രിയിലാണ് തണുപ്പ്. തിരിഞ്ഞില്ല. 0 ഐസാവും. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഉറക്കാൻ കഴിയില്ല. അവർക്ക് എവിടെ നിൽക്കാൻ കഴിയും? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. എത്ര? -31 ഡിഗ്രിയിലാണ് എന്ത് തണുപ്പ്. 0 എന്താവും? എന്താ കുട്ടി ഉറങ്ങണം? 0 ഐസാവും. -1, -2, -31 പലപ്പോഴും അഫ്ഗാന്റെ തലസ്ഥാനമായ കാബൂള് പരിഷ്കൃത ഏരിയ. അവിടുത്തെ തണുപ്പ് -31.
ഇവരെ പറ്റി പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ശ്രദ്ധിക്കണം. വലൗ ഹബുവൻ അല തൽജി, ഐസ് മലയിൽ മുട്ടിട്ടിഴഞ്ഞിട്ടെങ്കിലും പോണം. അപ്പോഴും മനസ്സിലായി അഫ്ഗാനികളാണ്. ഹിമാലയത്തിന്റെ അങ്ങേ ഭാഗം അതിനെ മുത്തറസ് പാടിച്ചോ. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞത് മദീനക്കാരനായ ഇമാം മഹ്ദിയുടെ അനുയായികൾ ഇനി ഉണ്ടാവുക അഫ്ഗാനികളും ഈ ഖുറാസാനികളുമായിരിക്കും. സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങൾ. അവരെ തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വസിയത്തിക്കണം നിങ്ങളെ കുട്ടികൾക്ക്. ഞാൻ ഈ ഹദീസ് പഠിച്ചപ്പോ ഇന്നലെ രാത്രി എന്റെ മനസ്സിൽ തോന്നിപ്പോയി, എന്റെ മക്കളോട് പറയണം, മക്കളെ ബാപ്പ മരിച്ചാലും ഖുറാസാനിൽ കറുത്ത പൊടി കണ്ടാൽ എന്റെ കുട്ടികളോട് പോയിക്കോളൂ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് വലോ ഹബുവൻ അല തൽജ്. എന്തുകൊണ്ട്? ഈ ഏരിയ അറ്റ്ലസ് എടുത്ത് പരിശോധിച്ചാൽ കാണാം ഐസ് മൂടി കിടക്കുക. അതുകൊണ്ടാണ് വലോ ഹബുവൻ അല തൽജി. ഹക്കായ മുഅ്മിനീങ്ങളുടെ ആരിഫീങ്ങളുടെ വഴിയെ നിഷേധിക്കണ്ട, അത് തകരും. ഹക്കായ മുഅ്മിനീങ്ങളുടെ വഴി നിങ്ങൾ നിഷേധിക്കണ്ട. ഇന്നാരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് സ്വാലിഹീങ്ങളായ മാരിഫത്തിന്റെ ഔലിയാക്കന്മാരായ തുരീഖത്തിന്റെ മശായിഖന്മാരെയും ആരിഫീങ്ങളെയും നിഷേധിക്കണ്ട. ഇനി അവരുടെ കാലമാണ്. അവർക്കതാണില്ല. എന്നാൽ ഇബ്ലീസ് നേരിട്ട് വന്നിട്ട് ഓസുലാദമിനെ ചതിച്ചില്ല. അംഫർ വന്നപ്പോൾ വിലക്കപ്പെട്ടു. ഓസുലാദമിന്റെ അടുത്തേക്ക് ആര് വന്ന്? ഇബ്ലീസ് അവരെ ചതിക്കാനായി വന്ന നേരത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. ഇബ്ലീസ് വന്നിട്ട് നേരിട്ട് ഇറങ്ങി വന്നിട്ടും സ്വർണത്തിന്റെ പാത്രത്തിൽ വെള്ളം കൊടുത്തു. മുഹീദ്ദീനെ, ഞാൻ പഠിച്ചോനാണ്, നിനക്ക് വേണ്ടി ഞാനിതാ വെള്ളം സ്വർണ്ണ പാത്രം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എടാ പറയാ ഇബ്ലീസേ, നിന്നെ ചതിക്കാൻ നോക്കണ്ട. അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾക്ക് സ്വർണ്ണ പാത്രത്തിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത് മുത്ത റസൂലിനാണടാ. പോടാ പണി നോക്കി. ആര് പറഞ്ഞു? മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. അതാണ് ഞങ്ങൾ സുന്നികളായത്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പിന്നിൽ കൂടണമെന്ന് പറഞ്ഞത്. ഓഫീസിൽ ബുദ്ധി പണയം വെക്കാത്തവര് ചിന്തിക്കണം. അള്ളാഹ്ക്ക് വേണ്ടി പറയുകയാണ് ഇത് റഹ്മത്തുള്ള, വെറുതെ പറയല്ല, അള്ളാഹ്ക്ക് വേണ്ടി പറയുകയാണ്. വഹാബിസത്തിൽ പെട്ടുപോയവർ അള്ളാഹിനോട് മാപ്പ് പറഞ്ഞ് ഹക്കായ മാരിഫത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരണം. വഹാബിസം ചതിയാൻ അത് മാസൂണികൾ ലോകത്തെ ചതിച്ചതാണ്. നിങ്ങൾ ചിന്തിക്കണം. ഇത് നിങ്ങൾ ഐസ് കട്ടമ്മൽ എഴഞ്ഞിട്ടാണെങ്കിലും ഐസ് മല അതിന്മേൽ എഴഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ മഹ്ദി ഇമാമിനെ തേടണമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ ആയിട്ടുണ്ട്. എപ്പോഴാ മഹ്ദി ഇമാമ് വരിക? തുസ്തഹല്ലുൽ ഫുറൂജു, പെണ്ണുങ്ങളുടെ ലൈംഗികാവയവം ഹലാൽ പോലെ എല്ലാവരും ഉപയോഗിക്കുന്ന കാലത്ത്. അല്ലാഹു കാക്കട്ടെ. അപ്പൊ ദജ്ജാൽ വരാനായിട്ടുണ്ടാവും. പിന്നെയോ മുലിഅത്തിൽ അർളു ജൗറാ, ഭൂമി മുഴുവനും ആക്രമണം. കുട്ടികളെ പിടിച്ചു കൊല്ല, പെണ്ണുങ്ങളെ പിടിച്ചു കൊല്ല, ഏത് പെണ്ണിനെയും റേപ്പ് ചെയ്യാം. ഭൂമിയിലെവിടെയും ഖബസ് അധികരിക്കുക, വ്യഭിചാരത്തിലെ മക്കൾ. ജപ്പാനിനെ പറ്റി റിപ്പോർട്ട് ഞാൻ വായിച്ചു. ജപ്പാനിൽ ഇന്ന് ജീവിക്കണം 98% മനുഷ്യന്മാരും വ്യഭിചാരത്തിലെ മക്കളാണ്. യാ പടച്ചോനെ, എന്താ എന്തുകൊണ്ട് തന്റെ എന്നുള്ള എങ്ങനെ കല്യാണം കഴിക്കുള്ളൂ? വ്യഭിചാരം കഴിഞ്ഞിട്ട് പിന്നെ വ്യഭിചാരത്തിന്റെ മക്കളും അധികരിക്കുമ്പോൾ മഹ്ദി ഇമാം വരും. തുസ്തഹല്ലുൽ ഫുറൂജു, ഫർജിനെ ഹലാലായി ഉപയോഗിക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശുരിബത്തിൽ ഖുമൂരു, ഖുമൂർ എവിടെയും ഖംറു കുടിക്കും. കഴിഞ്ഞ ആഴ്ച ഒരു മദ്യ നിരോധന പ്രവർത്തകൻ ഇവിടെ വന്ന് പറഞ്ഞില്ലേ, എന്റെ മഹലിൽ 2 കുടിയന്മാരെ എന്റെ ചെറുപ്പകാലത്ത് മുസ്ലിം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഏകദേശം മുസ്ലിം ഒക്കെ കള്ളുടിക്കുന്ന അറിയില്ലേ. ഞാന് കുറ്റിപ്പുറത്ത്, ഞങ്ങളൊരു 3-4 ആള് കുറ്റിപ്പുറത്ത് ഒരു വീട്ടിൽ പോയപ്പോൾ ആ വീട്ടുകാരൻ ആ പള്ളിയുടെ പ്രസിഡന്റാ. അയാൾ പറയാ 17-35 വയസ്സിന്റെ ഇടയിൽ കള്ളുടിക്കാത്ത ഒരാൾ എന്റെ മഹലില്ല. മനസ്സിലായില്ല? കുറ്റിപ്പുറത്ത് ഒരു മഹലിന്റെ പ്രസിഡന്റിനെ ഞാനും വെട്ടം അലിക്കോയും ഈ ഇന്ന് ഇവിടെ വന്നു പോയ മന്ത്രി മുനീറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട
തിരൂർക്കാരൻ അഷ്റഫും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പോയി കണ്ടു. അവരെ കാര്യത്തിന് വേണ്ടി ദീനിയായ ഒരു കാര്യം നമ്മളവിടെ ഒരു ഖുർആനിക ദഅവത്തിന്റെ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഇവിടെ പറവണ്ണയിൽ. അപ്പൊ അതിന്റെ ഒരു പിരിവിന് വേണ്ടി കുറ്റിപ്പുറത്തിൽ മൊലാളിന്റെ വീട്ടിൽ പോയി കണ്ടു. അപ്പൊ അയാളെ മഹലിന്റെ പ്രസിഡന്റാ. അയാൾ പറഞ്ഞു 17ന്റെയും 35 വയസ്സിന്റെ ഇടയിൽ കള്ളുടിക്കാത്ത ഒരു മനുഷ്യൻ എന്റെ മഹലിലുള്ളത് അറിയില്ല. എല്ലാരും കുടിക്കും. എവിടെയും കള്ളുടിക്കും, എവിടെയും പെണ്ണുങ്ങളെ ഉപയോഗിക്കും. അതൊന്നും ആർക്കും തടയാൻ പറ്റാത്തൊരു കാലം വരും. മുഅ്മിനീങ്ങൾ ഉരുകും. മുൻകറായ കാര്യം കണ്ട് കണ്ട് മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ ഉരുകും. ഒന്നും ചെയ്യാൻ ഇവനോട്ട് കഴിയുകയുമില്ല. ഈ കാലത്താണ് മഹ്ദി ഇമാം വരിക. ആയി നേരം ആയി, ഒരുങ്ങിക്കോ, മുട്ടുങ്കാല് തേയാൻ ഒരുങ്ങിക്കോ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഭാഗത്ത് ഇതിനാണ് എന്നോട് ആ ഒരു മഹാനായ പണ്ഡിതൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഏറ്റവുമായ ദൗർ ഇന്ത്യക്കാർക്കാണ്. കാരണം നമുക്ക് ഏറ്റവും അടുത്ത രാജ്യമാണ് ഏത്? ഈ ഒക്കെ ഖുറാസാൻ. നമുക്ക് ഏറ്റവും നമ്മൾ ഒരുപാട് മശായിഖ്മാർ ഖുറാസാനിൽ വന്നവരുമാണ്. ഖുറാസാനുമായി നമുക്ക് പൈതൃകമായ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് 400ഓളം കിതാബ് എഴുതിയ ഒരു മാലിക്കി പണ്ഡിതന്മാരെ കൂട്ടത്തിലെ മഹാനായ പണ്ഡിതൻ, നിങ്ങൾ ഇന്ത്യക്കാർക്കാണ് റഹ്മത്തുള്ളാഹി ഇതിൽ വലിയ ദൗറുള്ളത്, അതുകൊണ്ട് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് എന്നോട് ഒരു 1.5 കൊല്ലം മുമ്പ് ഈജിപ്തിൽ വെച്ച് ഒരു സംഭാഷണത്തിൽ പറഞ്ഞു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ സമയമായിട്ടുണ്ട്. നിങ്ങളെ ഇത് ഇന്നും നാളെയും പറഞ്ഞാൽ തീരില്ല. ഇതൊരു ചതിയാണ്. ലോകത്ത് എവിടെയും എന്തിലും ചതി. ഭക്ഷണത്തിൽ ചതി. ജൂതന്മാരെ ഭക്ഷണത്തിൽ ചതിക്കുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. ചതിച്ചില്ലേ? ചതിച്ചല്ലോ. ചില ഭക്ഷണം കഴിക്കൂല. ഭക്ഷണത്തിൽ മുഴുവൻ. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണം. ഒരു മിനിറ്റ്. ഇപ്പോൾ ഇസ്രായേലികൾ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പശുണ്ട്. 2 ജീവികളുടെ DNA-യിൽ നിന്ന് 3ാമത്തെ ജീവിയെ ഉണ്ടാക്കുക. ഒന്ന് പന്നിയുടെ DNA, ഒന്ന് പശുവിന്റെ DNA. എന്നിട്ട് പുതിയ ഒരു സങ്കര ഇനം പശു. ഈ പശു 3 കൊല്ലം ജീവിക്കുള്ളൂ. പക്ഷേ പശുവിന്റെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഏത് കച്ചറയും തിന്നും. കാരണം ഇതിന്റെ അസലെന്താ? പന്നി. അവിടെ ഞാന് ഇസ്രായേലി അതിർത്തി കടന്ന് ഈ കൊല്ലം അതിർത്തി കടന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ ആ പശുവിന്റെ പ്രതിമ അകിട് പൊട്ടിച്ചാടുന്നു തോന്നുമ്പോ ഒരൊറ്റ കറക്കലിന് 70 ലിറ്റർ പാൽ കിട്ടും. അസലെന്താ? പന്നി. ഇനി അവിടെ കേട്ടെ, ഈ സാധനമാണ് ഇപ്പൊ നമ്മളെ നാട്ടിൽ നീടമായി വരുന്നത്. ഭക്ഷണത്തിൽ ചതിക്കുന്ന പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ നീടോ. പിന്നെ ഒരു സാധനത്തിന്റെ പേര് നീടോ അല്ലാത്ത വേറെ പാലിന്റെ പേര് അങ്കോർ. ഡെൻമാർക്ക് പ്രധാനപ്പെട്ട പാല് ഡെൻമാർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനേക്കാൾ റസൂലുള്ളാഹിയുടെ ദേശം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണല്ലോ മുത്ത റസൂലുള്ളാഹിക്കെതിരെ സിനിമ ഉണ്ടാക്കിയത്, ഫോട്ടോ ഉണ്ടാക്കിയത്. തിന്ന ഒരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂട്ടിയൊക്കെ മുസ്ലിമീങ്ങൾക്ക് ആട് വാങ്ങി വളർത്തൽ ഒരു കാലത്ത് നന്നാവും. ആടിന്റെ പാല് കുടിച്ചാല് ദീനും കൊണ്ട് രക്ഷപ്പെടാം. ഓ നീടോ മുണുങ്ങണ്ട. ഇസ്രായേലിന്റെ ചതിയാണിത്. ചിന്തിച്ചോ? എല്ലാത്തിനും ഇസ്രായേലിന്റെ ചതിയുണ്ട്. ഭക്ഷണത്തിൽ ചതി, എന്തിലും ചതി, വിദ്യാഭ്യാസത്തിൽ ചതി, ഭക്ഷണത്തിൽ ചതി, എന്തിലും ചതി തന്നെ. പെപ്സി, കൊക്കക്കോള, എന്റെ കണ്ടന്റ് പുറത്തറിയില്ല. എന്തേ പറയാത്തത്? ഞാൻ പറയൂല. എന്തുകൊണ്ട്? അമേരിക്കയിലെ പെപ്സിയുടെ കണ്ടന്റ് ആവൂല, സൗദിയിലെ കണ്ടന്റ് വ്യത്യാസം ഉണ്ടാവും. സൗദിയിലെ കണ്ടന്റ് ഉള്ള പെപ്സി കുടിച്ചാൽ ഷണ്ഡീകരണം ഉണ്ടാവും. ഇന്ന് 40% അറബികൾക്ക് കുട്ടികളില്ല. എന്തേ? നേരെ പുറത്താ പെപ്സി കുടിക്കും. പെപ്സിയിലെ കണ്ടന്റ് ഷണ്ഡീകരണം, മുസ്ലിമീങ്ങളെ എണ്ണം കുറക്കുക. അവരുടെ ഏറ്റവും വലിയ നേരത്തുള്ള അജണ്ടയാ. പെപ്സി ചതിച്ചു, കൊക്കക്കോള ചതിച്ചു, ഒക്കെ ചതിയ. ഇതെല്ലാം ദജ്ജാലിന്റെയും ഇബ്ലീസിന്റെയും കളിയാൽ അവരുടെ അനുയായികളാണ് ഈ പറഞ്ഞ വിഭാഗം.
അവരെല്ലാ നിലയിലും ചതിക്കും. വിദ്യാഭ്യാസത്തിൽ, ഭക്ഷണത്തിൽ, പെരുമാറ്റത്തിൽ, രീതിയിൽ എല്ലാം. മുഅ്മിനീങ്ങളെ, നീട്ടി പറഞ്ഞ ഈ വിഷയം അവസാനിപ്പിക്കാൻ കഴിയില്ല, അത്രയും വലിയ വിഷയമാണ്. നിങ്ങൾ ചതി ഉണ്ടെന്ന് മനസ്സിലാക്കണം. ചതിയാണ്. ഈ ചതിയിൽ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്കേ കഴിയുള്ളൂ. അത് മുത്തഖീങ്ങളായ ആരിഫീങ്ങളാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെ എത്ര അപരിഷ്കൃതർ എന്ന് പറഞ്ഞാലും അവരെ കൂടെ കൂടിയാലല്ലാതെ രക്ഷപ്പെടില്ല. അത് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി, ബഹുമാനപ്പെട്ട ഇർപ്പഞ്ച് മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കണ്യാല മൗല, ബഹുമാനപ്പെട്ട സാലിഹ് മൗല, ഇങ്ങനെ കഴിഞ്ഞു പോയ ആരിഫീങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കണ്ണിയത്ത്, അങ്ങനെ മുത്തഖീങ്ങളായ സാലിഹീങ്ങൾ ആരിഫീങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് മുകളിൽ ആളുകളുണ്ട്. ആ വഴിയാൻ പോയാൽ അത് മുത്ത റസൂലുള്ളാഹിയിലെത്തും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹാന്മാരെ വഴിയിലല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. അവർ ഇരുന്ന ഇരിപ്പിൽ 7 ആകാശം കാണും. ഇത് എന്തൊക്കെ ശൈത്താന്റെ തിരിമറി ഉണ്ടെന്ന് കാണും. അവർക്ക് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാര്യങ്ങൾ കാണാൻ കഴിയും. അങ്ങനത്തെ മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. അതില്ലാതിരിക്കൂല. ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ ആ സംഘം ഉണ്ടാവുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചതിയിൽ പെട്ടുപോകരുത്. ഞാൻ ഈ സംഗതി പറയുന്നത് സലഫിസത്തിൽ പെട്ടുപോയ ചെറുപ്പക്കാർ ഒരു പുനർവിചിന്തനം നടത്താൻ വേണ്ടി. അതിന്റെ മറ്റൊരു ഭാഗം, അതിലേക്ക് രാഷ്ട്രീയ താല്പര്യം കൂടി കൂടിയാൽ അതാണ് ജമാഅത്തെ ഇസ്ലാമി. അവരൊക്കെ മഗ്റൂറിയങ്ങളാണ്, ചതിയിൽ പെട്ടുപോയി. വലിയ ചതിയിൽ അവരൊക്കെ അകപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവരെ അള്ളാഹു നന്നാക്കട്ടെ. നന്നാക്കി തീരാൻ വേണ്ടിയും ഗൗരവമായി പുനഃപരിശോധന നടത്താൻ വേണ്ടിയുമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഫാസിഖീങ്ങളാണ്. അല്ലെങ്കിൽ ഫാസിഖീങ്ങളാൽ വഞ്ചിതരായി പോയ അതുപോലത്തെ ആളുകളാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഇദാ ദുക്കിറു ഇദാ റൂഉ ദുക്കിറല്ലാഹ്. അവരെ കാണുമ്പോഴത്തേന് അള്ളാഹിനെ ഓർമ്മ വരും. അതാണ് ആര്? അള്ളാഹിന്റെ ആരിഫീങ്ങൾ. മുഹദ്ദിസ് ശൈഖ് റളിയല്ലാഹുവിനെ കണ്ട അള്ളാഹിനെ ഓർമ്മ വരും. ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഖാജ മൊയ്നുദ്ദീൻ തങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോൾ എത്ര മുസ്ലിമായി എന്ന് പറഞ്ഞത്? 90 ലക്ഷം മുസ്ലിമായി. എന്തേ? അവരെ കണ്ട നന്നാവും. അലാവുദ്ദീൻ ഹംസി റളിയല്ലാഹുവിനെ പറ്റി കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടുന്ന് പറഞ്ഞല്ലോ. അവര് പൊന്നാനി വന്നപ്പോൾ പരപ്പനങ്ങാടി താനൂർ ഇറങ്ങിയപ്പോൾ എത്ര 1000-ലേറെ കുടുംബം മോത്തേക്ക് നോക്കി മുസ്ലിമായി എന്ന് കഴിഞ്ഞ ആഴ്ചയല്ലേ പറഞ്ഞു. നമ്മൾ പറയല്ലേ, എന്തേ? അള്ളാഹിന്റെ ആരിഫീങ്ങൾ അവരെ ചതിക്കാൻ കഴിയില്ല. അതാണ് ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. അതാണ് അല്ലാഹുവിൽ വരമേൽപ്പിച്ചവര്. അതാണ് അള്ളാഹിന്റെ ആരിഫീങ്ങൾ. അവർക്ക് 4 കണ്ണുണ്ടാവും, 2 കണ്ണ് വടി ഉണ്ടാവും, 2 കണ്ണ് വടി ഉണ്ടാവും. ഇതാ മസ്സഹും ത്വായിഫും മിന ശൈത്താനി തദക്കറു. ഹംഫർ വന്നപ്പോഴത്തിന് ഇവൻ ശൈത്താനാണ്. എന്തേ മുഹമ്മദ് അബ്ദുൽ വഹാബിനും മനസ്സിലാക്കാൻ കഴിയാഞ്ഞു? ഇവിടുത്തെ കണ്ണ് പറഞ്ഞേക്ക് ഇല്ല. ഇന്നലിൽ മുഅ്മിനി അർബഅത അയുനിൻ. മുഅ്മിനായ മനുഷ്യനെ 4 കണ്ണുണ്ട്. ഐനാനി ഫി വജ്ഹിഹി വഐനാനി ഫി ഖൽബിഹി. അതാണ് ശുജാഇ പറഞ്ഞത്, അകക്കൺ തുറന്നൊന്ന് നോക്കിക്കേ കേടാൻ. അകക്കണ്ണ് തുറന്ന ആളെടുത്ത് തിരിയും. അകക്കണ്ണ് തുറന്ന ആളുടെ തിരിയും. അതിന് അകക്കണ്ണ് വേണ്ടേ? അപ്പോൾ അകക്കണ്ണില്ലാത്തവരെ പിന്നാലെ കൂടരുത്. അകക്കണ്ണുള്ളവർ ഇന്നുണ്ട്. അവരെ പിന്നാലെ കൂടി. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. മുഅ്മിനീങ്ങൾ അവർ ഈ പറയുന്ന വിഭാഗം ചരിത്രത്തിൽ പിശാചിനെ പോലും ആരാധിച്ചിരുന്ന, ഇത് ഈ മാസൂണികളും നൈറ്റ് ടെംപ്ലേഴ്സും ആരാധിച്ചിരുന്ന ഒരു സാധനമാണ് ഇത്. ഇതിന് നെറ്റിൽ അതിൻ്റെ അവർ ആരാധിക്കുന്ന ഒരു ആരാധന മൂർത്തിയെ കിട്ടും. ഇത് ബഫാമറ്റ് എന്ന് പറയും. ഇത് ഇബ്ലീസാണ്. ഇബ്ലീസിനെ അവർ കണക്കാക്കിയ രൂപമാണ് എന്ത്? ഇതാണ് ആടിന്റെ തല, താടി, മുല, പുരുഷനായ സ്ത്രീ, ബാക്ക് വവ്വാലിന്റെ പിന്നെ ഒരു ചിറക്, പിന്നെ 2 കൊമ്പ്, കുളമ്പ്, ത്രികോണം. അവരെ അടയാളം തന്നെ അങ്ങനെയാണ്. അവരെ അടയാളങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. അവരെ അടയാളങ്ങൾ ഇതാണ്. അല്ലെങ്കിൽ സ്വസ്തിക എന്നൊരു ചിഹ്നം ഉണ്ടല്ലോ. സ്വസ്തിക ചിഹ്നം ഉണ്ടല്ലോ. അത് സിഹറിന്റെ ഒരു ചിഹ്നമാണ്. സിഹറിന്റെ ചിഹ്നം സ്വസ്തിക. വിക്ടറി ചിഹ്നം, ഇതും സിഹറിൻ്റെതാണ്. ഒക്കെ ചിന്തിക്കണം. നോക്കി അതന്നെ പറഞ്ഞില്ലേ, അവരിങ്ങനെ പിടിക്കും, നമ്മൾ ഇങ്ങനെയും പിടിക്കും. മനസ്സിലായില്ല? അവരവരുടെ എല്ലാ നാട്യങ്ങളിലും ഇങ്ങനെ പിടിച്ച ഒരു ഭയങ്കര ഇതാണ്. യോഗ തുടങ്ങുമ്പോ അങ്ങനെ ഇരിക്കണം. യോഗന്റെ ഇരുത്തം തന്നെ 3 വിരല്, തൃക്കണ്ണ്. നമുക്ക് ഇങ്ങനെ ഇരുത്തുണ്ട്. അത്തഹിയാത്ത് അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, നമുക്ക് ഇങ്ങനെയുള്ളൂ. അവർക്ക് ഇങ്ങനെയാണ്. ത്രിമൂർത്തിയാണ് അവരെ ബേസ്.
അത് അത് ഹിന്ദു മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഏത് മതമാണെങ്കിലും സൂര്യാരാധന മതമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. എന്ത് ജൂതമതം. സൂര്യാരാധന മതത്തിന്റെ അടിസ്ഥാനം ത്രിമൂർത്തിയാണ്. ഹോറസ് അടക്കമുള്ള 3 ദൈവങ്ങൾ അവർ ആരാധിച്ചിട്ടുണ്ട്. അതാണ് നേരെ ഇങ്ങോട്ട് വന്നത്. ഇതാ അവരെ ഇരുത്തം ഇങ്ങനെയാ. നമുക്ക് ഈ ഇരുത്തണ്ട് നമ്മൾ എങ്ങനെയാ? അത്തഹിയാത്ത് ഓതിയാൽ നമ്മൾ എങ്ങനെ ഓതാ? ഇല്ലല്ലാ. അറബികൾ ചില മദ്ഹബിലുണ്ട് അള്ളാ എന്ന് പറയുമ്പോഴത്തേന് എന്ത് പറയണം? എന്ത് ചെയ്യണം? അല്ലേ? അങ്ങനത്തെ അറബികളെ കണ്ടിട്ടില്ലേ? അള്ളാ എന്ന് പറയുമ്പോ അങ്ങനോട്ട് കണ്ടിട്ടില്ലേ? അത്തഹിയാത്ത് മാത്രല്ല, അള്ളാ എന്ന് പറയുമ്പോ ഇങ്ങനോട്ട്. ഇതാണ് നമ്മളെ പിടുത്തം. നമുക്ക് ഒറ്റ ഒന്നേ ഉള്ളൂ. അവരെ പിടുത്തം അങ്ങനെയാണ്. യോഗ ശിർക്കുന്ന തുടങ്ങണം. ഇതൊക്കെ ത്രിയേകത്വം. ഈ ത്രീത്വം അവര് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആരാ? ദജ്ജാൽ. നിങ്ങളിവിടെ സ്ഥലത്തില്ലല്ലോ. മനസ്സിലായില്ലേ? ഇന്ന് ഈ പറയുന്ന പ്രാകൃത ബഹുദൈവ വിശ്വാസികളായ മതക്കാരൊക്കെ എന്ത് പറയും? ഞങ്ങളും എന്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഞങ്ങൾ ഏകദൈവ. ശരിയാണ്. അത് ഏകദൈവം ആരാ? അള്ളയല്ല, നിങ്ങൾ എന്താ ഏകദൈവത്തിൽ? അത് അള്ളയല്ല. ഏകദൈവത്തിൽ വിശ്വസിക്കേണ്ടത് കേൾക്കുമ്പോ അവർക്കും ഏകദൈവം ഉണ്ട്. ഏകദൈവം ആരെങ്കിലും ആയിട്ട് കാര്യമുണ്ടാ? അത് ആരാകണം? അല്ലാഹു ആകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒക്കെ ചതിയാണ്. എല്ലാ നിലയിലും ചതിയാണ് ഈ കാണുന്നത്. ലോകം മുഴുവനും അവരുടെ ചതി നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു പിശാചിന്റെ അവരാരാധിക്കുന്ന നൈറ്റ് ടെംപ്ലേഴ്സും മാസൂണികളും ഒക്കെ അവരെ തലതൊട്ടപ്പന്മാര്. താഴെയുള്ളവർക്ക് അതൊന്നും തിരിയില്ല. താഴെയുള്ളവരെ ഉപയോഗപ്പെടുത്തുക ചെയ്യാം. അവരെ പ്രധാനപ്പെട്ട മൂർത്തിയാണ് ഇത്. ഇതിനെ ലൂസിഫർ എന്ന് പറയും. ലൂസിഫർ എന്നാൽ ഇബ്ലീസ്. ലൂസിഫർ എന്ന് പറയും. ബഫാമറ്റ് എന്ന് പറയും. അവരുടെ ആരാധനാമൂർത്തിയാണ്. ഇത് ഇബ്ലീസാണ്. അവരനുസരിച്ച് അവര് ആ തോന്നിയാസങ്ങൾ അധികരിച്ച് ചെയ്യുമ്പോഴാണ് അവർക്ക് അതിനനുസരിച്ച് ഡിഗ്രി ഉണ്ടാവുക. ഏത് അങ്ങനെയാണ്. ഏത് ചാത്തൻ സേവ നടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഹറാമാണ് ചെയ്താല് അതിനൊരു പ്രസാദിക്കുള്ളൂ. വെള്ളിയാഴ്ച ഒരു പെണ്ണിന്റെ ഒരു അനുഭവം എന്നോട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു പെണ്ണിനോട് പറഞ്ഞു. വെള്ളിയാഴ്ച ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കുടുംബത്തിലെ ഒരു പ്രയാസം ചെന്ന് പറഞ്ഞു. അപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, നിലമ്പൂർക്കാരനായ വൈലാശ്ശേരി വേലായുധന്റെ അടുത്ത് പോയി ഒരു മുസ്ലിം പെണ്ണ് ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ വൈലാശ്ശേരി വേലായുധൻ പറഞ്ഞു, വെള്ളിയാഴ്ച 12 മണിക്ക് ചാരായമായി കൊണ്ടുവരാൻ പറഞ്ഞു. ചാരായം. എന്നിട്ട് പെണ്ണ് എന്ത് ചെയ്യാ? മൂരിക്ക് സുഖല്ല എന്ന് പറഞ്ഞിട്ട് ചാരായം ആന്റണിയുടെ കാലത്ത് നിരോധിച്ചിട്ടുണ്ട്. ഈ കള്ളിന്റെ കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയായ കള്ളാണ് എന്ത്? ഈ ചാരായം.